ഇന്ത്യയിൽ 1600ഓളം മ്യൂച്വൽ ഫണ്ടുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് ഈ അടുത്ത് വന്നിട്ടുള്ളൊരു കണക്ക് കാണിക്കുന്നത്. ഈ 1600 മ്യൂച്വൽ ഫണ്ടുകളിൽ എല്ലാ ഫണ്ടുകളുമൊന്നും നിങ്ങൾക്ക് യോജിക്കുന്നതാവണമെന്നില്ല. നിങ്ങൾ ഓരോ കാര്യം നടത്താനായിട്ട് ഉദ്ദേശിക്കുമ്പോഴും അതിന് വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് മ്യൂച്വൽ ഫണ്ടിലാണ് നടത്തേണ്ടത് എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകൾ കണ്ടെത്തി കൃത്യമായിട്ടുള്ള തുക കൃത്യമായിട്ടുള്ള രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് എങ്ങനെ വേണം, ഏതൊക്കെ ഫണ്ടിൽ ആരൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണം, എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. ഞാൻ സുബീഷാണ്. റുപ്പിമംഗ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലൂടെയും ആസ്ക് റുപ്പിമംഗ് എന്ന് പറഞ്ഞ വാട്സപ്പ് സർവീസിലൂടെയും പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ഞാനാണ്. ഈ കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാം. 2024 ഡിസംബർ മാസത്തിലാണ് രാജുമോൻ നമ്മളെ കോൺടാക്ട് ചെയ്തത്. ആസ്ക് റുപ്പിമംഗ് സർവീസിൻ്റെ വാട്സപ്പ് നമ്പറായിട്ടുള്ള 8848030018 കോൺടാക്ട് ചെയ്തത്. നമ്മളെ ആസ്ക് റുപ്പിമംഗ് സർവീസിലേക്ക് പേഴ്സണൽ ഫിനാൻസ് പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് കോൺടാക്ട് ചെയ്യുന്ന ആളുകളോട് നമ്മളെപ്പോഴും ചോദിക്കാറുള്ളത് അവരുടെ ഫിനാൻഷ്യൽ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്നാണ്. രാജുമോൻ അന്ന് പറഞ്ഞത് ഒരു ബൈക്ക് വാങ്ങണം, അത് 1 വർഷത്തിനുള്ളിൽ വേണം, ഒരു 5 വർഷം കഴിഞ്ഞിട്ട് വിവാഹത്തിനുള്ള പണം കണ്ടെത്തണം, ഒരു 10 വർഷം കഴിഞ്ഞിട്ട് ഒരു വീട് വയ്ക്കാനുള്ള പണം കണ്ടെത്തണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഗോളുകളായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു ഗോൾ ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലാനിങ്ങും നമ്മൾ അദ്ദേഹത്തിന് വേണ്ടി നടത്തി കൊടുക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് എമർജൻസി ഫണ്ട് ഉണ്ടാക്കുന്നതിനുള്ള രീതികൾ, എമർജൻസി ഫണ്ട് എന്ത് മാത്രം വേണം, അതുപോലെ ഇൻഷുറൻസ് എന്തൊക്കെ ചെയ്യണം, ഇൻവെസ്റ്റ്മെൻറ്റുകൾ എന്തൊക്കെ ചെയ്യണം, സേവിങ്സിനായിട്ട് എന്തൊക്കെ രീതിയിൽ ചെയ്യണം എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട 3 ഗോളുകൾക്കായിട്ട് 3 ഡിഫറെൻറ്റ് മ്യൂച്വൽ ഫണ്ടുകളും നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ 3 ഡിഫറെൻറ്റ് മ്യൂച്വൽ ഫണ്ടുകളും 3 ഡിഫറെൻറ്റ് ആവശ്യങ്ങൾക്കായിട്ട് പറഞ്ഞു കൊടുത്തിരുന്നെങ്കിലും അതിൽ ഏറ്റവും റിസ്കി ആയിട്ടുള്ള ഒരു മിഡ് ക്യാപ് മ്യൂച്വൽ ഫണ്ട്, ഒരു 10 വർഷത്തെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുള്ള ഫണ്ടിൽ ഇദ്ദേഹം മൊത്തം പൈസയും കൊണ്ട് 3 ഗോളുകൾക്കുള്ള മൊത്തം പൈസയും ഈ മിഡ് ക്യാപ് ഫണ്ടിൽ നിക്ഷേപിക്കാനായിട്ട് തുടങ്ങി. 2024 ഡിസംബറിന് ശേഷം ഏകദേശം 1-1.25 വർഷം അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് 2026 മാർച്ച് മാസത്തിൽ നമ്മളെ കോൺടാക്ട് ചെയ്ത സമയത്താണ് അദ്ദേഹത്തിന് ബൈക്ക് വാങ്ങാൻ പണം വേണം എന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കുകയും നമ്മളെ കോൺടാക്ട് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അന്ന് ഈ മിഡ് ക്യാപ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള തുക നോക്കിയപ്പോൾ ആകെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള 2 ലക്ഷവും അദ്ദേഹത്തിൻ്റെ അന്നത്തെ വില എന്നുള്ളത് 1,80,000 രൂപയാണ്. അതായത് 2 ലക്ഷം രൂപ നിക്ഷേപിച്ചിട്ട് 20,000 രൂപയോളം നഷ്ടം വന്ന് നിൽക്കുകയാണ്. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ 2024 സെപ്റ്റംബറിന് ശേഷം മാർക്കറ്റ് സൈഡ് വൈസായിട്ട് പോവുകയോ അല്ലെങ്കിൽ വളരെ വലിയ രീതിയിൽ താഴ്ന്നു പോവുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ചും സ്മോൾ ക്യാപ് മിഡ് ക്യാപ് ഫണ്ടുകളിലും വളരെയധികം നഷ്ടങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹം നിക്ഷേപിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള പൈസ മൊത്തത്തിൽ ഈ മിഡ് ക്യാപ് ഫണ്ടിലിട്ടതുകൊണ്ട് അദ്ദേഹത്തിന് ഈ ബൈക്ക് വാങ്ങാനുള്ള പൈസ പോലും അതിൽ നിന്ന് നഷ്ടത്തിലെടുക്കേണ്ട ഒരു ഗതികേടിലേക്ക് വന്നു എന്നുള്ളതാണ്. ഓരോ മ്യൂച്വൽ ഫണ്ടിനും അതിൻ്റേതായിട്ടുള്ള ആവശ്യങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്ന് പഠിക്കേണ്ട പാഠം. മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിക്കുന്ന പണം 1 വർഷത്തിനുള്ളിൽ നമ്മൾക്ക് തിരിച്ച് ആവശ്യമുള്ള കാര്യമാണ് എന്ന് കരുതുക. ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ എമർജൻസി ഫണ്ട് തുക, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ ഡെറ്റായിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളുടെ പ്രത്യേക കാറ്റഗറികളാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ 1 ദിവസം മുതൽ 3 മാസം വരെയുള്ള ആവശ്യങ്ങൾക്കായിട്ട് ലിക്വിഡ് മ്യൂച്വൽ ഫണ്ടുകളിൽ നിങ്ങൾക്ക് നിക്ഷേപിക്കുന്നത് നന്നായിരിക്കും. അതുപോലെ 3 മാസം മുതൽ 6 മാസം വരെയാണെന്നുണ്ടെങ്കിൽ അൾട്രാ ഷോർട്ട് ടേം ഫണ്ടുകളാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. 6 മാസം മുതൽ 1 വർഷം വരെയുള്ള കാര്യങ്ങൾക്ക് മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ടുകളായിരിക്കും നന്നാവുക. ഈ 3 തരം മ്യൂച്വൽ ഫണ്ടുകളും ബാങ്കിലെ സേവിങ്സ് അക്കൗണ്ട് പോലെ പരോക്ഷമായിട്ട് പണം സൂക്ഷിക്കാനുള്ള നിക്ഷേപ മാർഗ്ഗങ്ങളായിട്ടാണ് നമ്മൾ പറയുന്നത്. ഇതുവരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾ അറിയാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത്. 1 വർഷം മുതൽ 3 വർഷം വരെയുള്ള ആവശ്യങ്ങളാണ് നിങ്ങൾക്കുള്ളത്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഒരു 2 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ട്രിപ്പ് പോകണം, അതല്ല എന്നുണ്ടെങ്കിൽ ഒരു 3 വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ ലോൺ ക്ലോസ് ചെയ്യണം, അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് ഇടത്തരം സമയത്തേക്കൊക്കെ നിങ്ങൾക്ക് പണം ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണ രീതിയിൽ നിക്ഷേപിക്കുന്ന കോർപ്പറേറ്റ് ബോണ്ട് ഫണ്ടുകളിലോ ബാങ്കിങ് PSU ഡെറ്റ് ഫണ്ടുകളിലോ അതല്ല എന്നുണ്ടെങ്കിൽ ഷോർട്ട് ടേം ഫണ്ടുകളിലൊക്കെയാണ് നിങ്ങൾ നിക്ഷേപിക്കേണ്ടത്. ഇത്തരം ഫണ്ടുകളിൽ നിക്ഷേപിക്കാനുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം സ്റ്റെബിലിറ്റിയുള്ള സർക്കാർ സ്ഥാപനങ്ങളിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും അതുപോലെ പ്രൈവറ്റ് സ്ഥാപനങ്ങളിലുമൊക്കെ ഉള്ള ബോണ്ടുകളിലാണ് സാധാരണ ഷോർട്ട് ടേം ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകൾ നിക്ഷേപിക്കാറുള്ളത്. നമ്മൾ
ബാങ്കിൻ്റെ ഫിക്സഡ് ഡെപ്പോസിറ്റിനേക്കാൾ ഒരു ഉയർന്ന നിരക്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് മെച്ചം കിട്ടുന്നതും കണ്ടിട്ടുണ്ട്. ഒരു 3 മുതൽ ഒരു 6-7 വർഷം വരെയൊക്കെയുള്ള ഒരു ഇടത്തരം കാലത്തേക്കുള്ള നിക്ഷേപമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടത് ഹൈബ്രിഡ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളിലാണ് നിങ്ങൾ നിക്ഷേപിക്കേണ്ടത്. ബാലൻസ്ഡ് അഡ്വാൻറ്റേജ് ഫണ്ടുകൾ, മൾട്ടി അസറ്റ് ഫണ്ടുകൾ, ഹൈബ്രിഡ് ഫണ്ടുകളുടെ കാറ്റഗറികളായിട്ടുള്ള അഗ്രസീവ് ഹൈബ്രിഡ്, കൺസർവേറ്റീവ് ഹൈബ്രിഡ് പോലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളാണ് നിങ്ങൾ ഒരു 3 വർഷം മുതൽ 7 വർഷം വരെയൊക്കെയുള്ള കാലാവധിയിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ രാജ്മോഹന് 5 വർഷത്തിന് ഉള്ളിൽ അദ്ദേഹത്തിൻ്റെ കല്യാണം നടത്തുന്നതിനായിട്ടുള്ള എമൗണ്ട് ഞാൻ ഇടാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ബാലൻസ്ഡ് അഡ്വാൻറ്റേജ് ഫണ്ടിലാണ് ഞാൻ ഇടാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഇടത്തരം കാലത്തേക്ക് ഈ ഹൈബ്രിഡ് ഫണ്ടുകളിൽ നിക്ഷേപിക്കേണ്ടതായിട്ടുണ്ട്. ഇനി 7 വർഷത്തിനൊക്കെ മേലിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾക്കാണ് സാധാരണ രീതിയിൽ നിങ്ങൾ ഇക്വിറ്റി ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ ബേസ് ചെയ്തിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകൾ ഇടേണ്ടത്. 7 മുതൽ 8 വർഷം വരെയുള്ള കാര്യങ്ങൾക്കായിട്ട് ലാർജ് ക്യാപ് ഫണ്ടുകളും ഇൻഡെക്സ് ഫണ്ടുകളൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഒരു 8-9-10 വർഷമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിഡ് ക്യാപ് ഫണ്ടുകളൊക്കെ ഉപയോഗിക്കാം. ഇദ്ദേഹത്തിൻ്റെ വീട് വയ്ക്കുന്നതിനായിട്ടുള്ള ആവശ്യം 10 വർഷം കഴിഞ്ഞിട്ടാണ് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഒരു മിഡ് ക്യാപ് ഫണ്ട് അദ്ദേഹത്തിന് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു 10-15 വർഷമൊക്കെ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്മോൾ ക്യാപ് ഫണ്ടുകളിലൊക്കെ നിക്ഷേപിക്കാം. ഇപ്പോൾ നിങ്ങളുടെ റിട്ടയർമെൻറ്റ് പോലുള്ള കാര്യങ്ങൾക്കൊക്കെ സ്മോൾ ക്യാപ് ഫണ്ടുകളൊക്കെ നന്നായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ കൂടുതൽ സമയം കഴിയും തോറും നിങ്ങൾക്ക് നേട്ടം കൂടുതൽ കിട്ടാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ നമ്മൾ പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ഏകദേശം നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ എത്ര കാലത്തേക്ക് എന്നുള്ളതിനനുസരിച്ച് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫണ്ടുകൾ ചൂസ് ചെയ്യണമെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി കാണും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു നിക്ഷേപം നടത്തി അതിൻ്റെ ഗോള് അച്ചീവ് ചെയ്യാനായിട്ട് തുടങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ അച്ചീവ് ചെയ്യാനായിട്ട് എത്തുന്ന സമയത്ത് ഒരു 1-2 വർഷം മുൻപ് തന്നെ ഈ ഇക്വിറ്റി ബേസ്ഡ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളിൽ നിന്ന് പണം നിങ്ങൾ ഡെറ്റ് മ്യൂച്വൽ ഫണ്ടിലോ അല്ലെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റുകളോ ബാങ്ക് നിക്ഷേപങ്ങളിലേക്കൊക്കെ മാറ്റണം എന്ന് പറയും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളുടെ ആവശ്യത്തിന് പണത്തിൻ്റെ ആവശ്യം എത്തുന്ന സമയത്ത് മാർക്കറ്റിൽ വലിയൊരു നഷ്ടം വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് അത് നമ്മളെ കാര്യമായിട്ട് ബാധിക്കാതിരിക്കാൻ 1-2 വർഷം മുൻപ് തന്നെ ഈ ഇക്വിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഫണ്ടുകളിൽ നിന്ന് ഡെറ്റ് ആയിട്ടുള്ള ഫണ്ടുകളിലേക്ക് മാറ്റണം എന്നുള്ളതാണ്. ഇത് നിങ്ങൾക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, എങ്ങനെയാണ് അത് എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള വിവരം അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറായിട്ടുള്ള 8848030018 നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നിങ്ങളുടെ പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സംശയങ്ങളും നിങ്ങൾക്ക് ഒരു ഗൈഡൻസ് രൂപത്തിൽ ആൻസർ ചെയ്ത് തരുന്നതിനായിട്ട് നമ്മളുടെ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് 2 വീഡിയോകളാണ് ഇവിടെ കാണുന്നത്. അത് കണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. കണ്ടൻറ്റ് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കാം.